ഹലോ നമസ്കാരം. വിടെക് മോട്ടോറോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാഹനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായ സെൻസറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ECUവിന് എങ്ങനെ വിവരങ്ങൾ നൽകുന്നു, വാഹനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സെൻസറുകൾ ഏതൊക്കെയാണ്, ഇവയെല്ലാം വളരെ ലളിതമായി മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോയിലൂടെ. നിങ്ങളൊരു ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണെങ്കിലോ, അല്ലെങ്കിൽ വാഹനങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിലോ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഇതൊരു സീരീസ് ആയിട്ട് തന്നെ ഓരോ സെൻസറും ഓരോ വീഡിയോയിലും വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആദ്യമേ സെൻസർ എന്താണ്? സെൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അളക്കുന്ന ഒരു ഉപകരണമാണ് ശരിക്കും പറഞ്ഞാൽ സെൻസർ. അതായത് നമ്മുടെ ചുറ്റുപാടിലോ നമ്മുടെ വാഹനത്തിനുള്ളിലോ ഉണ്ടാകുന്ന മാറ്റങ്ങളെ, അതായത് ടെമ്പറേച്ചർ, പ്രഷർ, വേഗത, അതായത് അതിൻ്റെ പൊസിഷൻ, ഓക്സിജൻ്റെ അളവ് എന്നിവ കണ്ടെത്തി അതിനൊരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി ECUവിലോട്ട് അയക്കുന്ന ഒരു ഉപകരണത്തെയാണ് സെൻസർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, നമ്മുടെ ശരീരത്തിലെ കണ്ണും ചെവിയും പോലെ തന്നെയാണ് വാഹനങ്ങളിലെ സെൻസേഴ്സ്. കണ്ണ് വെളിച്ചം തിരിച്ചറിയുന്നത് പോലെയും നമ്മുടെ ചെവി ശബ്ദം തിരിച്ചറിയുന്ന പോലെയും വാഹനത്തിലെ സെൻസർ വിവിധ വിവരങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ECUവിനെ അറിയിക്കുന്നു. ECU ആ വിവരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ വാഹനങ്ങളിലെ എൻജിൻ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത്. അതായത് സെൻസർ ഇല്ലാതെ ECUവിന് എൻജിനിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് സെൻസർ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ചാണ് ECU നമ്മുടെ വാഹനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്, അതുപോലെ ഇഗ്നീഷൻ്റെ ടൈമിങ് നിയന്ത്രിക്കുന്നത്, എയർ ഫ്യൂവൽ മിശ്രിതം ശരിയാക്കുന്നത്, എൻജിൻ്റെ താപനില നിരീക്ഷിക്കുന്നത്, അതുപോലെ എമിഷൻ പൊല്യൂഷൻ നിയന്ത്രിക്കുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ പെർഫോമൻസും മൈലേജും മെച്ചപ്പെടുത്തുന്നത്, അതേപോലെ തകരാർ കണ്ടെത്തി ചെക്ക് എൻജിൻ ലൈറ്റ് ഓൺ ആക്കുന്നത്. നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ അകത്തൊക്കെ ചെക്ക് എൻജിൻ ലൈറ്റ് ഓണായി കിടക്കുന്നത് കാണത്തില്ലേ, അത് ECUവിലേക്ക് നമ്മുടെ സെൻസർ കൊടുക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് IAT സെൻസർ എടുക്കുക. എന്താണെന്ന് IAT സെൻസർ ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. IAT സെൻസർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ അളക്കുന്ന ഒരു സെൻസറാണ് IAT സെൻസർ. നമ്മുടെ എൻജിനിലേക്ക് പോകുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ECUവിനെ അറിയിക്കാൻ വേണ്ടിയാണ് IAT സെൻസർ ഉപയോഗിക്കുന്നത്. ECU ഈ വിവരം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ, അതുപോലെ നമ്മുടെ ഇഗ്നീഷൻ്റെ ടൈമിങ്, നമ്മുടെ എയർ ഫ്യൂവലിൻ്റെ റേഷ്യോ, കോൾഡ് സ്റ്റാർട്ട് എൻറിച്ച്മെൻറ്റ് എന്നിവ നിയന്ത്രിക്കുന്നു. അതായത് എത്രത്തോളം ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യണമെന്നും നമ്മുടെ സ്റ്റാർട്ടാകുന്ന ഇഗ്നീഷൻ്റെ ടൈമിങ്ങും, അതുപോലെ തന്നെ എയർ ഫ്യൂവലിൻ്റെ റേഷ്യോ, അതായത് എയറും ഫ്യൂവലും, നമ്മുടെ പെട്രോൾ ആണെങ്കിൽ പെട്രോളും എയറും എത്രത്തോളം ഇതിനകത്ത് കൊടുക്കണമെന്നും, അതുപോലെ തന്നെ എൻജിൻ തണുത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയുള്ള ടെമ്പറേച്ചർ, ഇതെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് IAT സെൻസർ നമ്മൾ ഉപയോഗിക്കുന്നത്. IAT സെൻസർ പൊതുവായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ മുകളിൽ കാണപ്പെടും, അതുപോലെ തന്നെ ഇൻടേക്ക് ഡക്റ്റിൻ്റെ മുകളിൽ കാണപ്പെടും, ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ മുകളിൽ കാണപ്പെടും, മാസ് സെൻസറിൻ്റെ അകത്ത്, അത് ചില വാഹനങ്ങളിൽ മാത്രം കാണപ്പെടും. അപ്പോൾ ഇവിടെയാണ് ഇത് കാണപ്പെടുന്നത് പ്രധാനമായിട്ടും. പിന്നെ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ സെൻസർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയണമല്ലോ. അതായത് IAT സെൻസർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റാണ്. അതായത് ഒരു NTC തെർമിസ്റ്ററാണ് ഇതിനകത്തുള്ളത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, അതായത് പ്രതിരോധം കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഈ വോൾട്ടേജ് വേരിയേഷൻ ECUവിലേക്ക് ഇലക്ട്രോണിക് സിഗ്നലുകളായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെയാണ് അറിയുന്നത്. അതായത് നമ്മുടെ എൻജിൻ ഇപ്പോൾ തണുത്തിരിക്കുകയെന്ന് കരുതുക. എൻജിൻ തണുത്തിരിക്കുമ്പോൾ അതിനകത്ത് എയറിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാകും. അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ ചൂടായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ, അതായത് വണ്ടി നമ്മൾ എവിടെയെങ്കിലും പോയിട്ടൊക്കെ ജസ്റ്റ് നിർത്തി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് എൻജിൻ ചൂടായിരിക്കുന്ന സമയമാണല്ലോ, അപ്പോൾ നമ്മുടെ എയറിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പം ഫ്യൂവൽ കുറച്ച് മതി സ്റ്റാർട്ടാകാനായിട്ട്. ആ ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കപ്പോൾ മൈലേജ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ കൊടുക്കുന്ന ഈ സെൻസറാണ്, എൻജിൻ ചൂടാണ് അല്ലെങ്കിൽ എൻജിൻ തണുപ്പാണ്, അപ്പോൾ അതനുസരിച്ച് മതി അതിനകത്ത് ഫ്യൂവൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സെൻസറാണ്. അപ്പോൾ ഈ IAT സെൻസർ നമ്മുടെ വാഹനത്തിൽ കേടായി കഴിഞ്ഞാൽ, അതായത് അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ, പൊതുവായിട്ട് കുറച്ച് കംപ്ലയിൻസ് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതായത് സ്റ്റാർട്ടിങ് ഭയങ്കര പാടായിരിക്കും, താമസം വരും. അതുപോലെ തന്നെ വണ്ടിയുടെ വലിവ്, പിക്കപ്പ് വളരെ കുറവായിരിക്കും. അതുപോലെ കറുത്ത പുക വരാം. പിന്നെ മൈലേജ് നല്ലോണം കുറയും. അതുപോലെ റഫായിട്ടുള്ള ഐഡിലിംഗ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സിംറ്റംസാണ് ഈ IAT സെൻസർ കംപ്ലൈൻ്റ് ആകുന്ന മൂലം
നമ്മുടെ വാഹനങ്ങൾക്കുണ്ടാകുന്ന ദോഷം. അപ്പം നിങ്ങളുടെ വാഹനത്തിന് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് വണ്ടി താമസിച്ച് സ്റ്റാർട്ടാകുക, പിക്കപ്പ് കുറയുക, കറുത്ത പുക വരിക, മൈലേജ് കുറയുക, ഇങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കാണിച്ച് നല്ലൊരു ടെക്നീഷ്യനെ കാണിച്ച് സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ സെൻസർ മാറ്റി റീപ്ലേസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സുഗമമായ രീതിയിൽ നമ്മുടെ വാഹനം ഓടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത സെൻസറിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇതൊരു സീരീസ് പോലെ നമുക്ക് എല്ലാ സെൻസറും വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.